കൊച്ചിയിലെ നൃത്ത പരിപാടിക്ക് സ്റ്റേഡിയം അനുവദിച്ചത് GCDA ചെയർമാൻ. ഉദ്യോഗസ്ഥരുടെ എതിർപ്പ് മറികടന്നാണ് ചെയർമാൻ നൃത്ത പരിപാടിക്ക് സ്റ്റേഡിയം അനുവദിച്ചതെന്ന പരാതി ഉയരുന്നു. ശ്യാംകുമാർ ചേരുന്നു വിവരങ്ങളുമായി. ശ്യാം, ഗുഡ് മോർണിംഗ്, പറയൂ. കൊച്ചിയിലെ നൃത്തപരിപാടി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുകയും ഉമാ തോമസ് MLA പരിക്കേൽക്കുകയും ചെയ്തതോടെയാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സംഘാടകർക്കെതിരായിട്ട് അന്വേഷണങ്ങൾ തുടങ്ങിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ഈ സ്റ്റേഡിയം വാടകയ്ക്ക് നൽകിയത് GCDA ചെയർമാൻ്റെ നിർബന്ധപ്രകാരമാണ് എന്നുള്ള രേഖയാണ്. അത് GCDA തന്നെ തയ്യാറാക്കിയ രേഖയാണ്. 28/9 ഈ സ്റ്റേഡിയത്തിൻ്റെ അപേക്ഷ നൽകുന്നത്. ഈ സംഘാടകർ സ്റ്റേഡിയം ലഭിക്കുന്നതിന് വേണ്ടി 29 തന്നെ എസ്റ്റേറ്റ് ഓഫീസർ ഈ സ്റ്റേഡിയം നൽകാനാകില്ല, അത് കേരള ബ്ലാസ്റ്റേഴ്സിന് കരാർ കൊടുത്തിരിക്കുന്ന സ്റ്റേഡിയമാണ്, ടർഫ് നശിക്കാൻ സാധ്യതയുണ്ട് എന്ന ഫയൽ നോട്ട് എഴുതുന്നു. എന്നാൽ 15/10 ഈ GCDA സെക്രട്ടറി ചെയർമാൻ ഈ ഫയൽ സമർപ്പിക്കുന്നതോടുകൂടി സ്റ്റേഡിയം വിട്ടു നൽകാനും 14 ലക്ഷം രൂപ നിക്ഷേപം സ്വീകരിച്ച് സ്റ്റേഡിയം വിട്ടു നൽകാനായിട്ട് ചെയർമാൻ നിർദ്ദേശിക്കുന്നു. ആ ദിവസം തന്നെ മൃദംഗ വിഷൻ GCDAയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അടക്കുകയും ചെയ്യുന്നു. 13 ലക്ഷം രൂപയാണ് അടച്ചത് 14 ലക്ഷത്തിൽ. എന്നാൽ ഈ സമയത്ത് ഈ അപേക്ഷ നൽകി ഈ അനുമതി നൽകുന്ന സമയത്ത് ഫയർഫോഴ്സിൻ്റെയോ പോലീസിൻ്റെയോ കൊച്ചി കോർപ്പറേഷൻ്റെ റവന്യൂ വിഭാഗത്തിൻ്റെയോ ഒന്നും അനുമതി പത്രങ്ങൾ നേടാതെയാണ് GCDA ഈ അനുമതി നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്രയും അനുമതി ലഭിച്ച് അത് GCDA പരിശോധിച്ച ശേഷം മാത്രമാണ് സ്റ്റേഡിയവും GCDAയുടെ മറ്റു വസ്തുക്കളുമൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത്. പക്ഷേ വളരെ ധൃതിയിൽ ഇത്തരത്തിലുള്ള ഒരു അനുമതി നൽകിയത് എന്തിനായിരുന്നു എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഇതിനു പുറമെ ഈ അനുമതി കൊടുക്കേണ്ടിയിരുന്ന ഉദ്യോഗസ്ഥരിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ മകളും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതുകൊണ്ടാണ് ആ സ്റ്റേഡിയത്തിൽ അനധികൃതമായി നിർമ്മിച്ച സ്റ്റേജിൻ്റെ കാര്യം ഉദ്യോഗസ്ഥർ അറിയാതിരുന്നതും നടപടി സ്വീകരിക്കാതിരുന്നത് എന്നതും ഇന്ന് വിജിലൻസിന് സമർപ്പിക്കപ്പെട്ട പരാതിയിലും ആരോപണമായി ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും വിജിലൻസിന് ഈ വിഷയത്തിൽ GCDA ചെയർമാൻ്റെ പങ്കും ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. ശ്യാംകുമാർ.